അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ചികിത്സാ ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. കോടനാട് അഭയാരണ്യത്തിലെ കൂട് നിർമ്മാണം ഉച്ചയോടെ പൂർത്തിയാകും. മയക്കുവെടി വെച്ച് പിടികൂടുന്ന ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാട്ടെ കൂട്ടിലേക്ക് മാറ്റി ചികിത്സ നൽകും. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺ സഖറിയയുമായി നമ്മുടെ പ്രതിനിധി വിഷ്ണു പ്രകാശ് സംസാരിച്ചിരുന്നു. അതിലേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ആനിമലിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായി വരുന്നുണ്ട്. അപ്പം സെപ്റ്റിസിമിക്കാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് നമുക്കുണ്ട്. അപ്പോൾ ക്രൗളിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. ഇന്നോടെ വൈകുന്നേരം കംപ്ലീറ്റ് ആവും. നാളെ നമുക്ക് ഓണാക്കാമെന്നാണ് സ്റ്റാഫ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകെയുണ്ട്. അനിമൽ കുറച്ച് വീക്ക് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ടെൻഷൻ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ക്രോൾ പണി കഴിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് ക്രെയിൻ ഇന്നലെയൊക്കെ നൈറ്റ് കംപ്ലൈൻ്റ് ആയി. അങ്ങനത്തെ കുറച്ച് ഹിച്ചസ്. സോ അപ്പം ഹോപ്പ്ഫുള്ളി നമുക്ക് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ അഭയാരണ്യത്തിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ക്രോളിൻ്റെ അടുത്തേക്ക് പോവാണ്. ബാക്കി ഡിസൈനും കൂടി നോക്കിയിട്ട് ബാക്കി അവിടുത്തെ പണികൾ ഏത് വിധത്തിലായി? എവിടെ നമ്മുടെ ക്രോളിൻ്റെ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പില്ലേഴ്സ് എല്ലാം കഴിഞ്ഞു. ദെൻ പോൾസ് ഇനി വെക്കണം സൈഡിൽ. അപ്പോൾ അത് മൂന്നാറിന് കൊണ്ടുവരുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഡേ ടൈമിന് കൊണ്ടുവരാൻ പറ്റും. വലിയ ലോങ് പോളല്ല, 26 അടിയുള്ള പോളാണ്. അപ്പോൾ നൈറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു അതിനിടയ്ക്ക് ക്രെയിൻ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഹിച്ചസ്. പക്ഷേ അത് ഇറ്റ്സ് വിൽ ഓവർകം. ബൈ ഈവനിങ് നമുക്ക് ക്രോള് കംപ്ലീറ്റ് ചെയ്യാം. നാളെ നമുക്ക് ഓണാക്കാം. നാളെ ഇപ്പോൾ വെടിവെക്കുന്ന ഈ മയക്കുവെടി വെക്കുന്ന തരത്തിലോട്ടുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓർഡേഴ്സ് എല്ലാം ആയിട്ടുണ്ട്. എവറിത്തിങ് എല്ലാവരും പ്രിപ്പയർഡാണ്. ടീമെല്ലാം പ്രിപ്പയർഡാണ്. എവറിത്തിങ് സെറ്റാണ്. ദെൻ ട്രാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആനിമലിനെ ട്രാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഏരിയയിൽ കിട്ടണം ആനിമലിനെ. പ്രശ്നം ഇപ്പുറത്തെ പുഴയാണ്. മങ്ങിക്കഴിഞ്ഞാൽ പുഴയിലേക്ക് പോരുത്. ഇപ്പുറത്താണ് കുന്നാണ്. അവിടേക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ലോറിയിൽ കയറ്റാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അനുസരിച്ച് നമ്മൾ കൺവീനിയൻ്റ് ഒരു സ്ഥലത്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യൂ. ആനയെ ഇപ്പോൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ റഡാറിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഉണ്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ട്രാക്കിംഗ് സ്റ്റാഫ് കൂടെ ഉണ്ട്. ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെയുണ്ട്. ആന പൊതുവേ ഒരു സൈലൻറ്റ് ഇതിലോട്ട് മാറിയല്ലേ? അതെ. അത് ഇതിൻ്റെ സെപ്റ്റിസിമിയുടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നുള്ള നമ്മൾ മയക്ക് ചെയ്യുമ്പോൾ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. മയക്കുവെടി വയ്ക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചലഞ്ചസ് ഉണ്ടോ? ചലഞ്ചസ് ടെറൈൻ ഒരു ചലഞ്ചാണ്. പിന്നെ രണ്ടാമത് തന്നെ ആനയുടെ ബോഡി കണ്ടീഷൻ ഒരു ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടുവരികയാണല്ലോ, അന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ചലഞ്ച് തന്നെയാണ് ആക്ച്വലി. ഇന്ന് തന്നെ ഏകദേശം ക്രോളിൻ്റെ പണി പൂർത്തിയാക്കി. ഇന്ന് വൈകിട്ടത്തോട് ഏതെങ്കിലും തരത്തിൽ ഈ മയക്കുവെടി വെക്കുന്ന തരത്തിലോട്ട് നീങ്ങുന്ന സാഹചര്യം ഉണ്ടോ? ഇന്ന് നൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈവനിങ് നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഡേ ടൈമിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഏർലി മോർണിംഗ് ആണ് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ടൈം. കാരണം ആംബിയൻ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഇത് തലച്ചോറിന് ഹൈപ്പോതാമസിനെ ബാധിക്കും. ടെമ്പറേച്ചർ ഭയങ്കര ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും നല്ലത് ഏർലി മോർണിംഗ് സമയത്ത് ആനിമലിൻ്റെ മൂവ്മെൻറ്റും വളരെ കുറവായിരിക്കും. നമുക്ക് കറക്റ്റ് ഏരിയ കിട്ടും. അപ്പോൾ ഏറ്റവും ഏർലി മോർണിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ടൈം. ഇന്ന് വൈകിട്ടാവാതെ ഉച്ചയോടുകൂടി തീരുമോ ഈ ക്രോളിൻ്റെ പണി? ആനക്കൂടിൻ്റെ പണി ഇന്ന് വൈകുന്നേരത്തോടെ തീരുള്ളൂ. കാരണം ബാക്കി കുറച്ചുകൂടെ പോൾസുകൂടെ വരാനുണ്ട്. പിന്നെ നമ്മൾ ലോറി അറേഞ്ച് ചെയ്യണം. ലോറിയിലും ഇതേപോലെ ക്രാൾ ഉണ്ടാക്കണം, കൂടുണ്ടാക്കണം. ഈ ആനയെ കൊണ്ടുവരാൻ അതിൻ്റെ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് തന്നെ ഏതായാലും ഈ അഭയാരണ്യത്തിൽ നടക്കുന്ന ജോലികൾ പൂർത്തിയാക്കി നാളെ രാവിലെയോടുകൂടി ഈ ആനയെ മയക്കുവെടി വലിക്കുന്ന തരത്തിലോട്ടുള്ള ആ ഒരു നടപടിയിലാണിപ്പോൾ ഈ ദൗത്യ സംഘമുള്ളത്. അപ്പോൾ അരുൺ സഖറിയ ഡോക്ടർ ഇവിടെ അഭയാരണ്യത്തിലെത്തി ആ കൂടിൻ്റെ പുരോഗതി, അതിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന അതിൻ്റെ പുരോഗതി വിലയിരുത്തിയ ശേഷം ഇനി അതിരപ്പള്ളിയിലോട്ട് എത്തി അവിടെ ആനയുടെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതാണ്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.